കോഴിക്കോട് കടത്തനാട് സൊസൈറ്റി തട്ടിപ്പിൽ പ്രധാന പ്രതി കീഴടങ്ങി. സൊസൈറ്റി സെക്രട്ടറി പ്രീനയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കീഴടങ്ങിയത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകുകയായിരുന്നു പ്രതി. വിവരങ്ങളുമായി അനഘാഹർഷൻ അല്പസമയത്തിനകം തന്നെ ചേരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് കോഴിക്കോട് കടത്തനാട് സൊസൈറ്റി തട്ടിപ്പ്. എത്ര പേരാണ് ഈ സൊസൈറ്റി തട്ടിപ്പിൽ ജീവനൊടുക്കിയത്? എന്തായാലും അതിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒളിവിലായിരുന്നു സൊസൈറ്റി സെക്രട്ടറി പ്രീനയാണ്. പ്രീനയ്ക്ക് മറ്റു രക്ഷയൊന്നുമില്ല. കാരണം ഹൈക്കോടതി കൈവിട്ടു. മുൻകൂർ ജാമ്യ ഹർജി അടക്കം തള്ളിയതോടുകൂടി തന്നെ പ്രീന കീഴടങ്ങേണ്ട ഒരു സാഹചര്യം പ്രീനയ്ക്ക് മുൻപിൽ വരികയായിരുന്നു. എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടാണ് പ്രതി കീഴടങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ അനഘാഹർഷനുണ്ട്. അനഘ, അങ്ങനെ പ്രീന കീഴടങ്ങിയിരിക്കുന്നു. എപ്പോഴാണ് കീഴടങ്ങിയത്? മറ്റു വിശദാംശങ്ങൾ, ഇനി എന്താകും കേസിന്റെ തുടർ നടപടികൾ? അശ്വതി, ഏറെ നിർണായകമായിട്ടുള്ള കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി തന്നെ പോലീസിന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള പ്രീത മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയിരുന്നു. ഈ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സൊസൈറ്റി സെക്രട്ടറിയുടെ ആയിട്ടുള്ള പ്രീത നേരിട്ടെത്തി ഹാജരായിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് കൂടിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ 4 പേരാണ്, ഈ സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കോൺഗ്രസും ലീഗും ഒക്കെ ഭരണസമിതിയിലുള്ളതാണ് ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. വടകരയാണ് ഇതിന്റെ ആസ്ഥാനം. ഈ സൊസൈറ്റിയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2.16 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകനായിട്ടുള്ള ഈ അബ്ദുൾ ഹാജി എന്ന് പറയുന്ന വയോധികൻ ഈ സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നുള്ള സുധീർ കുമാറിന്റെ വീട്ടിലെത്തി, കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തിരുന്നു അബ്ദുള്ള ഹാജി. ഇതിന് പിന്നാലെയാണ് ഈ കേസ് വീണ്ടും ഒരു റീഓപ്പൺ ചെയ്തുകൊണ്ട് വീണ്ടും അന്വേഷണം ശക്തമാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പിൽ 4 പേർ പിടിയിലായിരിക്കുന്നത്. ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടോ, ഉന്നത ലീഗ് നേതാക്കളുടെ ഇടപെടൽ എന്താണ് എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉന്നയിക്കുന്നത് ഇത്ര വലിയൊരു കോടികളുടെ തട്ടിപ്പ് നടത്താൻ ഈ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് മാത്രം കഴിയില്ല, അതിൽ മറ്റ് ഉന്നത പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്വേഷണം ആ രീതിയിലേക്ക് കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്തായാലും ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷെ അപ്പോൾ പോലും 20ഉം 10ഉം ഒക്കെ ലക്ഷങ്ങൾ ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ പണം ഇതുവരെ തിരിച്ച് ലഭിച്ചിട്ടില്ല. ഈ മരിച്ച ഈ അബ്ദുള്ള ഹാജിയുടെ പണം പോലും എവിടെയാണ്? അദ്ദേഹത്തിന് 20 ലക്ഷമാണ് നിക്ഷേപിച്ചത്. മുഴുവൻ 70 ലക്ഷത്തോളം രൂപ തിരിച്ചു ലഭിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ആ പണം എവിടെ, അതെന്ത് ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അശ്വതി, ശരിയാണ്. വിവരങ്ങൾ വ്യക്തമാണ്. കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പിൽ പ്രധാന പ്രതി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ്. നിക്ഷേപകരുടെ എല്ലാം പണമെടുത്ത് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമായൊരു ഉത്തരമൊന്നും നൽകിയിട്ടില്ല. എന്തായാലും പ്രീനയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ കീഴടങ്ങേണ്ടി വന്നത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും പങ്കുവയ്ക്കുകയായിരുന്നു അനഘ ഹർഷൻ.